യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. ഗലാത്യർ 3-ന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. കേട്ടോ, എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമായ ഒരു വിഷയം. വായിച്ചു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, ചെയ്തില്ലെങ്കിൽ പണി വാങ്ങിക്കും. അപ്പൊ ഒരു കാര്യത്തെ പ്രവർത്തിച്ച് അതിന് കൂലി വാങ്ങിക്കുന്ന സിസ്റ്റം മനസ്സിലാവുന്നല്ലോ. ഒരു പ്രവൃത്തി നടത്തി എന്നാൽ ശരിയായിട്ടല്ല പ്രവർത്തിച്ചതെങ്കിൽ കൂലിക്ക് പകരം പിന്നെന്തോ കിട്ടും, പണി കിട്ടും. അപ്പൊ പ്രവർത്തിച്ച് നീതീകരണം നേടുന്ന സിസ്റ്റത്തിന്റെ അകത്തല്ല നിങ്ങളായിരിക്കും. ഹല്ലേലൂയ. വായിച്ചാൽ മരത്തിന്മേൽ തൂകുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്താണ് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്? കേട്ടോ, ശ്രദ്ധിച്ചു വരണേ. അടിമ നുഖത്തിൽ നിന്ന്, ജുഡായിസത്തിന്റെ കഥയിൽ നിന്ന്, അവന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന്, അവന്റെ നിയമങ്ങളിൽ നിന്ന്, ചട്ടങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് നൽകി? സ്വാതന്ത്ര്യം നൽകി. വായിച്ചു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വീട്ടുന്നുണ്ടോ? എന്തോ വാഗ്ദത്വ വിഷയം? എന്തോ വാഗ്ദത്വ വിഷയം? മുമ്പേ ഞാൻ ചോദിച്ച ചോദ്യമാണ്. സിസ്റ്റർ അവിടെ നിന്ന് ഉത്തരം പറഞ്ഞാൽ എന്തായിരുന്നു? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വ വിഷയം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, പരിശുദ്ധാത്മാവിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ദുഷ്ടന്റെ ഒരു പണി നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. എന്തൊക്കെ പണി കൊണ്ട് ദുഷ്ടൻ കളത്തിൽ ഇറങ്ങിയാലും അത് അവന് പണിയായി മാറത്തേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം നീ വാഗ്ദത്വ വിഷയം പ്രാപിച്ചവരാണ്. എത്രാമത്തെ വാക്യം വായിച്ച? 14. അതിന്റെ 29-ാമത്തെ 3-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നമുക്ക് വായിക്കാം. വാഗ്ദത്വ പ്രകാരം നിങ്ങൾ അവകാശികളാവുന്നു. ആര്? ക്രിസ്തുവിലുള്ളവർ. അപ്പൊ സകല വാഗ്ദത്വങ്ങളും യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഊവന്നത്. ഏറ്റവും വലിയ വാഗ്ദത്വ വിഷയം എന്താ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അതിലൂടെ നിങ്ങൾക്ക് സകലതും സാധ്യമായി മാറും. ഒരാമയും പറഞ്ഞാണ്. റോമൻസ് 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കും. റോമൻസ് 4-ന്റെ 13-14 വാക്യം. റോമൻസ് 4-ന്റെ 13-14 വാക്യം. ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്വം അബ്രഹാമിനും അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല ലഭിച്ചത്, വിശ്വാസത്തിന്റെ നീതിയാൽ അത്രേ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണം ഉള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തവും ദുർബലവും എന്നാകും. മനസ്സിലാവുന്നുണ്ടോ? ഈ ന്യായപ്രമാണം മുഖാന്തരം അല്ലെ, അതാണ് കറക്റ്റ് സംഭവമെങ്കിൽ, അതിലൂടെയാണ് രക്ഷയെങ്കിൽ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാത്രേ. വാഗ്ദത്വവും ദുർബലമാണ്. എന്തായിരുന്നു വാഗ്ദത്വം? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വ വിഷയം. അപ്പൊ അതിനെ പ്രാപിക്കേണ്ട കാര്യമോ അതിൽ നിറയേണ്ട കാര്യമല്ലോ ഉണ്ടോ? ചെയ്ത് ഓരോ കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്ത് ഓരോ കർമ്മങ്ങളിലൂടെ അടുത്ത തലത്തിലേക്ക്
അടുത്ത തലത്തിലേക്ക് നിങ്ങൾ കടക്കും എന്നുള്ള മാനുഷികമായ ദൈവിക പ്രമാണമല്ല, മാനുഷിക പ്രമാണം. ദൈവം കൊടുത്തു എന്ന് പറഞ്ഞ് മനുഷ്യൻ നടപ്പിലാക്കിയ പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങൾ മുഖാന്തരം ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ നീതീകരണത്തിന്റെ ഏകമാർഗം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പം ന്യായപ്രമാണം പ്രോപ്പറാണ് എങ്കിൽ, അത് ശരിയാണ് എങ്കിൽ, അതിനെ ആശ്രയിക്കുന്നവർക്ക് അത് മതി, അല്ലെ അതിലൂടെ രക്ഷയുള്ളൂ എന്ന് ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്ത വിഷയം ദുർബലമെന്ന് വരും. ഹല്ലേലൂയ. എത്രാമത്തെ വാക്യം ഇപ്പോൾ വായിച്ച? 13, 14 വായിച്ചു. ഓക്കെ, 20ാമത്തെ വാക്യം 20 മുതൽ 22 വരെ വായിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്. എപ്പോഴാ സംശയം ഉണ്ടാകുന്നത്? എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമോ ഇല്ലയോ എന്നുള്ള സംശയം എപ്പോഴാണ് ഉണ്ടാകുന്നത്? അവിശ്വാസം വരും. വിശ്വസിക്കുന്ന എന്തു പറയും? നടക്കുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ കർത്തൃസന്നിധിയിൽ, തമ്പുരാന്റെ സന്നിധിയിൽ വെച്ചിട്ടുള്ളതിനൊക്കെ മറുപടി ഉണ്ടാകും. കാരണം ഞാൻ എവിടെ ആയിരിക്കുന്നത്? അവന്റെ രാജ്യത്തിലാണ്. അപ്പൊ വിശ്വാസം അകത്തില്ലാത്ത ഞാൻ എവിടെയാണെന്നും താൻ ആരാണെന്നുള്ള ബോധ്യമില്ല, തന്നെ സംരക്ഷിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനമില്ല. അപ്പൊ അങ്ങനെ അവിശ്വാസം മുഖാന്തരം എന്തുണ്ടാകുന്നു? വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ദൈവം നൽകുന്ന പദ്ധതികളെ കുറിച്ചുള്ള അബോധ്യമില്ലാതെ പോകുന്നു, സംശയമുണ്ടാകുന്നു. അപ്പൊ സംശയത്തിന്റെ ബേസ് എന്താണ്? അവിശ്വാസം. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്നും പൂർണ്ണമായി ഉറച്ചു. അബ്രഹാമിനെ സംബന്ധിച്ച് പറയുക, തന്റെ പ്രായം, തന്റെ ശാരീരിക അവസ്ഥ ഒക്കെ തന്നെ ഈ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് യാതൊരു സാധ്യതയില്ലാത്ത വിഷയങ്ങളാണ്. ചുറ്റുവട്ടം നോക്കിയാൽ, തനിക്ക് തൻ്റെ ശരീരത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ യാതൊരു, ചുറ്റുവട്ടം എന്താണെന്നോ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യം എന്താണെന്നോ നോക്കിയല്ല വാഗ്ദത്ത വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നോടൊരു പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ ദൈവം ചെയ്തെടുക്കുവാൻ കഴിവുള്ളവനാണ്. രാമ്യം പറഞ്ഞാട്ട് എനിക്ക് മറുപടി കിട്ടാത്തതിൻ്റെ അടിസ്ഥാനം എന്താണ്? സംശയിക്കുന്ന ഒരു ഹൃദയം എനിക്കുള്ളത് കൊണ്ടാണ്. രാമ്യം പറഞ്ഞാട്ട് വായിച്ചാട്ട്. അതുകൊണ്ട് ഏത് നീതിയായി കണക്കിട്ടു? വിശ്വാസം. ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണ്. വിശ്വസിക്കുവാൻ ഉറപ്പ് നൽകുന്ന ഒരു വസ്തുതയും കൺമുമ്പിലില്ല. ദൂത് കേട്ടു, ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ച് കേട്ടു. ഹല്ലേലൂയ. പക്ഷേ അത് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസമകത്തില്ല. ഇവിടെ ഇരിക്കുകയാണ് അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടത്. അവന്റെ പ്രവൃത്തി നീതിയായി കണക്കിട്ടെന്നല്ല, അവന്റെ വിശ്വാസം. അതാണ് അതിന് പറഞ്ഞത്, വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വലിപ്പം ഇന്നെന്ന് അറിയേണ്ടത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരാ പറഞ്ഞിങ്ങനെ? പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. അത്യന്ത ശക്തിയുടെ വലിപ്പം സകലതും സാധ്യമാക്കി. നമ്മൾ പാട്ടൊക്കെ പാടും, സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. ഇത് പാടിയിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അവിശ്വാസത്തിന്റെ വാക്കുകളാണ് നിങ്ങളുടെ വായിൽ വരുന്നെങ്കിൽ നിങ്ങൾ പാടിയത് ഹൃദയത്തിൽ നിന്നാണോ? അല്ല, വെറും അതരജൽപ്പനമാണ്. എന്തൊക്കെയോ പറയുന്നു, ഹൃദയത്തിൽ ഉറപ്പില്ലാത്തതൊക്കെ എന്ത് ചെയ്യുക? പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. ഉറപ്പുള്ളവൻ അവൻ എപ്പോഴും പറയേണ്ടത് തന്നെ ആവശ്യമില്ല. കാരണം അവന് നല്ല ഉറപ്പുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനത്രേ, അവൻ തന്റെ വാക്ക് മാറ്റുകയില്ല. ഇന്ന് ചില ദൂതുകളെ ചിലർക്ക് കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയതൊക്കെയും പ്രകടമായ തലത്തിൽ അത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ
ഇവിടെ സാക്ഷ്യം പറയാൻ നിങ്ങളെ ദൈവം അനുവദിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയപിതാവേ, കർത്താവേ, കാൽവറി കൊലക്കളത്തിലെ പൂർത്തീകരണ ശുശ്രൂഷയിലുള്ള വിശ്വാസം മുഖാന്തരം എനിക്ക് സകലതും സാധ്യമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വ വിഷയത്തെക്കുറിച്ച്, ആ പ്രോമിസിനെ കുറിച്ച് എൻ്റെ കർത്താവ് എനിക്കെന്ന ബോധ്യത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് സകലതും സാധ്യം. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുന്നതിന് ഓർത്ത് സ്തോത്രം. സകല അനുഗ്രഹങ്ങളാലും നന്മകളാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സകലം നിറയപ്പെടണം. പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിറ്റ്സ് ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വാക്ക് പറഞ്ഞിരിക്കുന്ന വിഷയം നൽകിയിരിക്കുക തന്നെ ചെയ്യും. വാക്ക് മാറ്റുവാൻ അവൻ മനുഷ്യനല്ല. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.